ഒരു വണ്ടി ചക്കനാണല്ലോ. കണ്ണടക്കെ സൂപ്പറായിട്ട് വരണേ. ഇവിടെ ഉമ്മല്ല, ഒരു കല്യാണം നിശ്ചയണ്ടേ, അതിന് പോയിക്ക. നിങ്ങള് ഞാൻ ചായ എടുത്ത് വരാം, അല്ലെങ്കിൽ വെള്ളം എന്തെങ്കിലും എടുത്തിട്ട് വരാം. ഇതാ വെള്ളം. നല്ല വെള്ളം. നിങ്ങളെ പേരെന്തായിരുന്നു? എത്ര വരെ പഠിച്ചു? എത്ര വരെ പഠിച്ചു? 6 വരെ. എത്ര? 6. ഫേസ്ബുക്ക് ഉണ്ടോ? ഇൻസ്റ്റ ഉണ്ടോ? ഫേസ്ബുക്ക് ഇൻസ്റ്റ ഒക്കെ ഉണ്ടോ? അക്കൗണ്ട് ഇല്ലേ? വാട്സപ്പ് ഉണ്ട്. അതെല്ലാ വട്ടന്മാർക്കുള്ള. കോസ്റ്റ്യൂം ഒക്കെ ഒന്നും അങ്ങനെ തന്നെ? ഡ്രസ്സൊക്കെ അങ്ങനെ തന്നെ ഇടാറ്? എത്ര കണ്ണടത്തുണ്ട്? പണി എന്താന്ന് പറഞ്ഞു? ജോലി ജോലി അല്ല, അറിയാലോ, 2 ആട്ടിൻകെട്ടാണ് എന്റെ. നിങ്ങളുടെ ഭാര്യ ആരുടെ? നിങ്ങളുടെ ഭാര്യ അതെന്ത് പോയത്? വിളിച്ചോടി പോയതാ? ചെറുതായിട്ട് വിളിച്ചോടി പോയി. അതെങ്ങനെയാ? അപ്പൊ വലുതായിട്ട് വിളിച്ചോടി പോകാറുണ്ടോ? എവിടെയായിരുന്നു വീട്? അല്ല, ശരിക്കും കൂടെ ഭാര്യയൊക്കെ എന്തായിരുന്നു പ്രശ്നം? പുള്ളിക്കാരൻ ഓട്ടോ ഡ്രൈവറായിരുന്നു. അപ്പൊ നമ്മളെ കള്ളുടിക്കോ? കഞ്ചാവ് വലിക്കേക്കാരല്ലേ? സിഗരറ്റ് പോലും പുകവലി? ചുണ്ടിനല്ലോ മയക്കുമരുന്ന് അപ്പൊ വേറെ ഈ സ്റ്റൈലും ഇതൊക്കെ മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലേ? നിങ്ങളെ ഭാര്യ എങ്ങനെ പോയിന്ന് പറഞ്ഞേ? വെറുതെ അല്ല വിളിച്ചോടി പോയത്. നിങ്ങളെ ആൾക്കാരെ കൂടെ ഏത് പെണ്ണ് നിൽക്കാൻ? അതെ, എന്റെ ആദ്യത്തെ കെട്ടോനെ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ടും ഇന്നേക്കാളും തൊലി വെളുത്തൊരു പെണ്ണെ കണ്ടപ്പോ പുള്ളിക്കാരൻ അങ്ങോട്ട് ഓടിപ്പോയി. അതുകൊണ്ട് ഇനി ഇതൊക്കെ ഉള്ള ആൾക്കാരെ മാത്രം ഞാൻ സ്വീകരിക്കും. ബ്രോക്കറെ വിളിച്ചെന്നാലും പറയണം. എടോ ബ്രോക്കറെ, ഇക്ക് അത്യാവശ്യം കള്ളു കുടിക്കണയും പുക വലിക്കുന്ന ആൾക്കാരൊക്കെ മതി. അല്ലാതെ ഇങ്ങനത്തെ അവരാ കഴിഞ്ഞാൽ നിക്ക് കൊണ്ടുവരാൻ കണ്ട കേട്ടല്ലോ. ഒരു പരാതി ഉണ്ടാവില്ല. കള്ളു കുടിച്ചാലും വേണ്ടില്ല, കഞ്ചാവ് വലിച്ചാലും വേണ്ടില്ല, മയക്കുമരുന്ന് ഉപയോഗിച്ചാലും വേണ്ടില്ല. ഒരു കെട്ടുവാനായിട്ട് അവിടെ ഉണ്ടായാ മതി. വണ്ടിയിൽ സാധനം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇഷ്ടമുള്ള ആളെ നിൽക്കാറിയണ്ടേ?
3 പെക്കടിച്ചു. എടാ കള്ളക്കോട്ട തെണ്ടി, ഇങ്ങനെയാണ് ഇയാളെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ചെയ്തത്. ഇന്നത്തെ കെട്ടിയോനോ അങ്ങനെയായിരുന്നു, ഇനി ഇങ്ങനെ തന്നെ കുട്ടികളാ. മനുഷ്യന്മാര് ജീവിക്കാൻ നമുക്ക് എന്താ പാകാലം മാറ്റി.